പ്രകാശരേണുക്കളായി അവർ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നെന്ന് അവകാശപ്പെട്ട് വിശ്വാസികൾ രംഗത്തെത്തി. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിക്കടുത്ത് കാട്ടിലെ പള്ളി എന്നൊരു വിശ്വാസ കേന്ദ്രമുണ്ട്. അടിക്കടി ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നതായി വിശ്വാസികൾ അവകാശപ്പെടുന്നു. അത്ഭുതങ്ങൾ ഇവിടെ പ്രകാശമായി അനുഭവപ്പെടുകയും അങ്ങനെ ജനങ്ങൾ വരികയും അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. മഹദികൾ ഒരുപാടുണ്ട്, മഹദിമാർ ഒരുപാടുള്ളതല്ല. അപ്പോൾ ഇസ്ലാമിൽ തന്നെ ചരിത്രത്തിൽ ഒരുപാട് മഹദികളുടെ പേരുകൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ടൊരു മഹദിയാണിത്. അതിൽ കുറച്ച് കറാമത്ത് കൂടുതലുള്ള മഹദി എന്ന് മാത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബി നാട്ടിൽ നിന്ന് ഒരു യുവതി ഇതുവഴി വന്നിരുന്നത്രേ. യാത്രക്കിടയിൽ ഭർത്താവിനെ മോഷ്ടാക്കൾ കൊലപ്പെടുത്തിയതിനാൽ ഏകയായിട്ടായിരുന്നു അവരുടെ യാത്ര. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം വളരെ കാടേറിയ ഒരു പ്രദേശമായിരുന്നു. ജനസാന്ദ്രത ഇല്ലാത്ത പ്രദേശമായിരുന്നു. വാഹന സൗകര്യമില്ലാത്ത പ്രദേശമായിരുന്നു. മൊത്തം കാടുകളായിരുന്നു. അങ്ങനെ അപ്രദേശമായ സമയത്ത് ഒരു സ്ത്രീയെ കാട്ടിലേക്ക് കാണുകയും ഉമ്മ മക്കത്തു നിന്നാണ് വന്നത്. ഭർത്താവുമായിട്ട് വരുമ്പോൾ കള്ളന്മാർ തുരത്തി ഈ ചേച്ചി ഗർഭിണിയായിരുന്ന സമയത്ത് അപ്പോൾ കള്ളന്മാർ തുരത്തിയാലും ഭർത്താവ് അവിടെ മരിച്ചുപോയി, കുറച്ചങ്ങോട്ട് മരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഒരു ആൽമറ ഉണ്ടായിരുന്നു. അപ്പോൾ ആൽമറയിൽ അവിടെ ഇരുന്നപ്പോൾ ചേച്ചിക്ക് വേദന വന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും യുവതിക്ക് കലശലായ പ്രസവ വേദന അനുഭവപ്പെട്ടത്രേ. ഏറെ താമസിയാതെ തന്നെ അവരിവിടെ വെച്ച് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെന്നാണ് കഥ. പൂർണ്ണ ഗർഭിണിയായി കാട്ടിലപ്പള്ളി എന്ന് പറയുന്ന ഈ പരിസരത്ത് വരികയും ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലായി പ്രസവിക്കുകയും അതിന് ശേഷം മൃഗങ്ങൾ കാവലായി കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യാത്രയിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പ്രസവത്തിൻ്റെ ഒരു ടൈമായി. അങ്ങനെ ഇവിടെ പ്രസവിച്ചു. 3 കുട്ടികളും ഒരു ഉമ്മയും. തെങ്ങുകയറ്റ തൊഴിലാളി അടുത്തുള്ള സ്ത്രീകളെയും കൂട്ടി വന്നപ്പോഴേക്കും ആ ഉമ്മയും മക്കളും മരണമടഞ്ഞിരുന്നു. ഒരു സ്ത്രീൻ്റെ ഇങ്ങനെ കാട്ടിലിങ്ങനെ പ്രസവിക്കാൻ കടന്നിട്ട് ഞാൻ അവരെ മറുവെള്ളം കൊടുത്തിട്ട് അവിടെ വരുമ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ആൾക്കാർ അടുത്തുള്ള ആൾക്കാരെന്ന് പറയുന്ന സ്ത്രീയും ഉമ്മയും മരിച്ചു. 3 കുട്ടികൾ. 3 മക്കളെ ഉമ്മ പെറ്റു. പിന്നെ അന്നേരം 3 മക്കളെ പെറ്റത് 3 മക്കളും ഈ ഉമ്മ മരിച്ചുപോയി. അപ്പോൾ അവിടെ നിന്ന് മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലൊരു സ്വപ്നമായിട്ട് തോന്നി. കാട്ടിന് നടുവിലെ ഈ ആൽമരച്ചുവട്ടിലാണ് ആ മൃതദേഹങ്ങൾ ഖബറടക്കിയത്. അന്നു മുതൽ ഇവിടം 3 പെറ്റുമ്മ പള്ളി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആദ്യം ഇത് ചെറിയൊരു ഖബറായിരുന്നു എന്നാണ് അറിയപ്പെട്ടത്, ആൽമരത്തിൻ്റെ ചുവട്ടിൽ. അതിപ്പോൾ വികസിച്ചു, അത് വലുതായി കൊണ്ടുവന്നു. പിന്നെ അതിന് പുറമെ ഒരുപാട് മറ്റനുഭവങ്ങളുണ്ട്. ആദ്യകാലത്ത് ഈ ഖബറിടത്തിൽ അമുസ്ലിങ്ങളായിരുന്ന ചിലർ വിളക്ക് കത്തിച്ചിരുന്നു. ഈ ഖബറിടത്തിന് വിശേഷപ്പെട്ട ചില ചൈതന്യങ്ങളുണ്ടെന്ന് ആദ്യമായി അവകാശപ്പെട്ടതും അവരായിരുന്നു. സമുദായക്കാർ അന്ന് വിശ്വാസം കൊണ്ട് ഇവിടുന്ന് വിളക്ക് വരെ കത്തിക്കല് അവരാണ് ആദ്യം ബാക്കിയുള്ള സമുദായം ഇവിടെ വിളക്ക് കത്തിക്കണം. ഈ കാലം വരെ ഈ ലൈറ്റും കാര്യം വരുമ്പോൾ അതില്ലതാണ്. അത്ര വലിയ എല്ലാവർക്കും നല്ല വിഷയം. ആരും എന്ത് പറഞ്ഞാലും എല്ലാ കാര്യമെല്ലാം നിറവേറ്റുന്നു. 5 വയസ്സ് മുതൽ എൻ്റെ അച്ഛന് ഇവിടെ ഒരു ചായപ്പൊടിയുണ്ട്.
ഇതിന് നേരെ മുമ്പ് തന്നെ. അപ്പോൾ അന്നു മുതലേ 3 പെറ്റുമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പം അന്നേ ഉണ്ട്. അപ്പോൾ നമ്മൾ അച്ഛനാണ് ആദ്യം എല്ലാം ഇവിടെ എണ്ണത്തിരിയും ഊതുവത്തിയെല്ലാം കത്തിക്കുന്നത്. 3 പെറ്റുമ്മ മൂലം തന്റെ കുടുംബത്തിനുണ്ടായ ഒരനുഭവം ഭാസ്കരൻ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളെ അച്ഛന് ഇവിടെ ഒരു ചായപ്പൊടിയുണ്ട് ഇതിന് നേരെ മുമ്പ് തന്നെ, പള്ളിയുടെ മുമ്പിൽ തന്നെ. അപ്പോൾ അങ്ങനെ അന്നൊന്നും പിന്നെ അടച്ചുറപ്പില്ലാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് ആവലാതി പറഞ്ഞു. അപ്പോൾ ആ സാധനങ്ങൾ വീണ്ടും ഇവിടെ വെറും കാടാണ്, വെറും മരങ്ങളെല്ലാന്ന്. അപ്പോൾ അതിൻ്റെ പുറവശത്ത് ആ സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കഥകൾ ഇങ്ങനെ പരന്നതോടെ ഇവിടെ ഒരു പള്ളി ഉണ്ടാവാൻ ഏറെ സമയമെടുത്തില്ല. നാട്ടുപ്രമാണിയായിരുന്ന ഒരാൾ 3 പെറ്റുമ്മ പള്ളിക്കായി തന്റെ 2 ഏക്കർ പറമ്പ് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ പ്രദേശം 2 ഏക്കർ സ്ഥലം ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു. അദ്ദേഹം അന്നത്തെ നാട്ടിലെ പൗരപ്രമുഖരെ ഒക്കെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയും 3 കുട്ടികളും ഇവിടെ മരണപ്പെടമായ സംഭവങ്ങൾ, അതായത് ജനസാന്ദ്രയില്ലാത്ത സ്ഥലത്ത് ഒരു സ്ത്രീയും 3 കുട്ടികളും മരണപ്പെടാൻ വേണ്ടി ഉണ്ടായ സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ലൊരു അമാനുഷ്യമായ കഴിവുള്ള ഒരു വ്യക്തി എന്നതുകൊണ്ട് ആ സമയത്തുള്ള പൗരപ്രമുഖന്മാരൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഈ പ്രദേശത്ത് ഈ മറവ് ചെയ്ത ഈ സ്ഥലത്ത് ഇതുപോലുള്ള ഒരു പള്ളി മക്കാമ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പല രാജ്യത്തും പല സ്ഥലത്തും ആളുകൾ ഇവിടത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്തെല്ലാം ആളുകളത്തേക്ക് വരുമില്ലല്ലോ. വിശ്വാസം ഉള്ളവർക്കെല്ലാം വിശ്വാസമുണ്ട്, ഇല്ലാത്തവർക്കൊന്നുമില്ല. ഈ ഖബറിടങ്ങളിൽ ഈ അടുത്ത കാലത്തായി ചില അത്ഭുതങ്ങൾ നടക്കുന്നുവെന്നാണ് പുതിയ കഥ. അവിശ്വാസികളെ പോലും വിശ്വാസികളാക്കാൻ പോകുന്ന കഥകൾ.